നമസ്കാരം. ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ശേഷം നമ്മുടെ സുഹൃത്തുണ്ട്. തിരുവനന്തപുരത്ത് കമലേശ്വരത്തിനടുത്താണ് താമസിക്കുന്നത്. റിട്ടയർഡ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ബാങ്കിൽ നല്ല ഉയർന്ന പോസ്റ്റിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞു. എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് കണ്ടു നോക്കി, ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റൂലേ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ വീഡിയോ അത് ഫുള്ള് കണ്ടു. കണ്ടപ്പം വളരെ ദയനീയമായിട്ടുള്ള ഒരിത് തോന്നി. ഞാൻ അതിനു മുമ്പേ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ എടുത്തിട്ട് കണ്ടു. വേറൊന്നുമല്ല, ഒരു അധ്യാപകന് ഒരു വിദ്യാർത്ഥിയെ അടിക്കുന്ന രംഗമാണ്. ചുമ്മാ അടിയല്ല, ഈ നാടൻ ഭാഷ പറഞ്ഞ് കൂമ്പ് നോക്കി ഇടിക്കുക എന്നൊക്കെ പറയില്ലേ, അയാളുടെ നെഞ്ചി നോക്കി ഇടിച്ചു കൊടുക്കുന്നു ഈ അധ്യാപകൻ്റെ. അതിനെക്കുറിച്ച് പറയാൻ ഇതെന്ത് കാലഘട്ടം, ഇങ്ങനെയാണോ ഒരു അധ്യാപകനോട് പെരുമാറേണ്ടതെന്നൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു. അതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ശ്രമിക്കാൻ സാറെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ ഈ പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടം എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഞാൻ 1983 10ാം ക്ലാസ് 83 വെച്ചാൽ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പം ആ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അധ്യാപകരുടെ ഭയങ്കര ഭയമാണ്. എനിക്ക് അല്പസ്വല്പം രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു SFIയുടെ പ്രവർത്തകനൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അന്നേരം ക്ലാസ് കട്ട് ചെയ്ത് ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങും. സമരം വന്ന് അതിൻ്റെ മുന്നിൽ തന്നെ കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് നമ്മുടെ മോഡൽ സ്കൂളിനടുത്താണ് സംഗീത കോളേജ്. ഈ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് സംഗീത കോളേജിൽ ചെന്ന് ഈ മ്യൂസിക് വോക്കൽ പഠിപ്പിക്കുന്നതിൻ്റെ അടുത്ത് ഒരു റൂമിൽ ഒരു മരത്തിന് ഈ മൾബറിക്ക പറിച്ച് കഴിച്ച് ഞങ്ങൾ 2-3 നേരം അവിടെ ചെന്ന് ഈ പാട്ടും കേട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അധ്യാപകരെ കുറിച്ച്. അധ്യാപകർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ നമ്മളെ ഭയങ്കര സ്ട്രിക്റ്റാക്കി അതാണിത്. അപ്പം ആ കാലഘട്ടത്തിൽ നമുക്ക് അധ്യാപകരുടെയൊക്കെ ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ എങ്കിലും നമ്മൾ തല്ല് വാങ്ങിച്ചിട്ടുണ്ട്, അത് നമ്മുടെയൊക്കെ കയ്യിലിരിപ്പുണ്ടാണ്. എങ്കിലും അധ്യാപകർ നേരെ വിരൽ ചൂണ്ടുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ അധ്യാപകർക്കൊക്കെ വട്ടപ്പേരിടുമല്ലോ കുട്ടികൾ. ഞങ്ങളും അങ്ങനെ വിളിക്കും. നേരിട്ടൊന്നും വിളിക്കില്ല, ഭയങ്കര പേടിയാണ്. ഇന്ന് ഈ കാലഘട്ടമൊക്കെ മാറി വേണമെങ്കിൽ അടുത്ത് നിന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഭയമാണ്. ശരിക്കും അവരെന്തിനാണ് അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് കാണിക്കുന്നത്? നമ്മൾ നേരെ മാർഗത്തിൽ വരാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ അവരോട് ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? അവരുടെ മക്കളോടായിരുന്നാലും അവരെങ്ങനെ പെരുമാറുള്ളൂ? സ്ട്രിക്റ്റായിട്ട് നേരെ മാർഗത്തിൽ വരാൻ വേണ്ടിയിട്ട് തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് നമ്മളെ ശിക്ഷിക്കും. ഇന്നിപ്പോൾ ആരും ശിക്ഷിക്കാൻ പാടില്ലല്ലോ. ഒരടി കൊടുത്താലിപ്പോൾ പിന്നെ സംഭവം തീർന്നു. അത് പീഡനമായി എന്തൊക്കെ നിയമങ്ങൾ പുതിയതുണ്ടല്ലോ, അതൊന്നും പറ്റില്ല. അതിനനുസരിച്ചിട്ട് കാണാറുമുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇപ്പം അധ്യാപകൻ്റെ ഭാഗത്താണോ തെറ്റ്, ഈ വിദ്യാർത്ഥിയുടെ ഭാഗത്താണോ തെറ്റെന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും ഒരു അധ്യാപകനല്ലേ, ഇപ്പോൾ അധ്യാപകൻ്റെ ഭാഗത്ത് തെറ്റായിക്കോട്ടെ, അതിന് വേറെ മാർഗങ്ങളുണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കാനും കാര്യങ്ങളൊക്കെ. ഇനി അതല്ല ഈ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റെങ്കിലോ, സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ കഷ്ടം തോന്നും കേട്ടോ. അവൻ ചാടി വന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ച് നോക്കി ഇടിച്ചു കൊടുക്കുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണും, വൈറലാണ് ആ വീഡിയോ. ഈ സ്ഥാനത്ത് ഈ വിദ്യാർത്ഥിയുടെ അച്ഛനാണ് അതെങ്കിൽ അയാളങ്ങനെ ചെയ്യൂ? ഈ കാലഘട്ടത്തിനനുസരിച്ച് അച്ഛനല്ല ആരായിരുന്നില്ല അവനൊക്കെ അങ്ങനെ ചെയ്യും. കാലഘട്ടം അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു +2 പ്രായമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അച്ഛനടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അല്ല, ഞാനെന്ത് പറയാൻ? ഞാൻ എപ്പോഴും പറഞ്ഞു, സ്വന്തം കർമ്മം തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്, നാളെ ഇവനും ഈ പ്രായം എത്തുമ്പോൾ ഇവൻ്റെ മക്കൾ ഇതിനേക്കാളും അപ്പുറമായിരിക്കും പെരുമാറുന്നതെന്ന്. അത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്തേ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്? ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി തന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ
തെറ്റ് കാണിച്ചാൽ, ശിക്ഷിച്ചാൽ, ചൂരലെടുത്ത് അടിച്ചാൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു കുട്ടി ചുമ്മാ അടിക്കൊന്നുമില്ലല്ലോ, അയാളെന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാതെ വന്ന് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അതിലൊരു അടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്ത് തെറ്റ്? ഞാനൊക്കെ അടി കൊണ്ടുതന്നെ വളർന്നതൊക്കെ. ഇത് നമുക്ക് ഇപ്പോഴും ചില അധ്യാപകർ ജീവിച്ചിരിപ്പുണ്ട്, അവരെ കാണുമ്പോൾ നമുക്ക് ബഹുമാനമുള്ളൂ. ആ കാലഘട്ടത്തിൽ നമുക്ക് ഉള്ളിൽ ദേഷ്യം തോന്നും അടിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴത്തെ പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ ഭയമാണ്, സ്നേഹമുണ്ട്, നമ്മുടെ മനസ്സിൽ വൈരാഗ്യമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത് കേട്ടോ. എന്നെ അടിച്ചിട്ടുണ്ട്, സാർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും, ഞാൻ വേറെ കുസൃത്തൊന്നും കാണിക്കാതെ പോയിട്ട് ഈ രാഷ്ട്രീയ കളി ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നില്ല, അങ്ങനെ പിടിച്ച് അടിച്ചിട്ടുണ്ട്. അപ്പം എനിക്കത് ഭയമാണ്. അയ്യോ ഇനിയിപ്പോൾ വീട്ടിലറിഞ്ഞ വലിയ പ്രശ്നമോ? വീട്ടിൽ അറിയിച്ചു, വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളൊക്കെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് കിട്ടി, അതൊക്കെ വേറെ. പക്ഷേ ഞാൻ പിന്നെ അതോടൊക്കെ മതിയായിട്ട് ക്ലാസ് ഒന്നും കട്ട് ചെയ്യാതെ പിന്നെ നേരായ മാർഗത്തിലോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാനത് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ 10ലൊക്കെ വന്നപ്പോൾ വളരെ നമ്മൾ മാന്യമായിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അധ്യാപകർ എങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്തിനാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല തന്നെ. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ പയ്യൻ്റെ അച്ഛനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇവനെ ഇത് ചെയ്യുമോ? ചെയ്യുമായിരിക്കും. തെറ്റിനെ തെറ്റെന്നല്ലേ പറയേണ്ടത്. എന്തേ സമൂഹം ഇങ്ങനെ? ഒരു അധ്യാപകൻ ഒരു അടി കൊടുത്തൊന്നിരുന്നാൽ അതും തെറ്റി. ഈ കാലഘട്ടത്തിൽ ഈ പയ്യനെ അടി കൊടുത്ത് എല്ലാം കൊണ്ട് പയ്യനെ പിടിച്ചുകൊണ്ട് അധ്യാപകൻ നെഞ്ചിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരി, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എനിക്ക് തെറ്റ് ആരുടെ ഭാഗത്താണെന്നൊന്നും അറിയില്ല, എങ്കിലും ഇപ്പം അധ്യാപകരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിന് വേറെ നിയമ നടപടികളൊക്കെ എടുക്കാമല്ലോ. ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ഒരിക്കലും അദ്ദേഹം അങ്ങനെ കാണില്ല. അവന്മാരെന്തെങ്കിലും വേലത്തിനെ കാണിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിനെല്ലാം ഉത്തരവാദികൾ ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന രക്ഷകർത്താക്കൾ. ഞാനും ഒരു രക്ഷകർത്താവാണ്. ഞാൻ ഉൾപ്പെടുന്ന രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു തെറ്റാണ്. അതായത് മക്കളെ നേരാവണ്ണം വളർത്തുന്നില്ല, അവരുടെ ഭാഗം നോക്കുന്നില്ല. ഇപ്പം പണ്ടൊരു തെറ്റ് കാണിച്ച് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞത് കുട്ടികളെ മാത്രം അറിഞ്ഞാൽ പോരാ, ഞാൻ ഫുള്ളാக പറയുന്നില്ല, വളർത്താനും കൂടെ പഠിക്കണമെന്ന്. അതായത് കുട്ടികളെ സൃഷ്ടിക്കാനും മാത്രം അറിഞ്ഞാൽ പോരാ, വളർത്താനും കൂടെ പഠിക്കണമെന്ന്. ശരിയല്ലേ? നമ്മൾ നേരെണ്ണം വളർത്തണ്ടേ? നമ്മളെ വീട്ടിലുള്ള അപാകതകളല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത്. ആ വീട്ടിലുള്ള അപാകത എന്ന് പറയാനായിട്ട്, എനിക്കൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലായിരുന്നു ജോലി. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെയും പയ്യനെയും തെറ്റായ മാർഗത്തിൽ ഒരു 10-15 വർഷത്തിന് മുമ്പാണ് കേട്ടോ, മാർഗത്തിൽ പിടിച്ചു. എങ്ങനെ? ഒരു മരത്തിൻ്റെ മറവിൽ. അപ്പം നിങ്ങൾ ഊഹിച്ചോളൂ എന്താണ് സംഭവം എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അത് പിടിക്കാനൊന്നും പറ്റില്ല, കാരണം നിയമം അവർക്ക് അനുകൂലമാണല്ലോ. അത് പിടിച്ചപ്പോഴത്തെ വീട്ടിൽ പേരൻസ് വരാൻ 2 കൂട്ടരെയും പേരൻസിനെ വിളിച്ചു വരുത്തിയപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനും വന്നു, അമ്മയും വന്നു. രണ്ടും രണ്ടായിട്ടാണ് വന്നത്. അച്ഛനും അമ്മയും തെറ്റി കഴിയുന്നു. അപ്പം അച്ഛൻ വന്നുടനെ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞ് കഴിയാണ്, മോളെ നേരെ വളർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ മോളെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത്, മോൾ എന്ത് തെറ്റ് ചെയ്താണ് ഒരു പ്രശ്നമില്ല, മോളെ സപ്പോർട്ട് ചെയ്താണ് അമ്മ സംസാരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് കുഴപ്പം? വീട്ടിലാണ് കുഴപ്പം. അവർ മക്കൾക്ക് വേണ്ട സ്വാതന്ത്ര്യവും കൊടുത്ത് വേണ്ട രീതിയിൽ അങ്ങോട്ട് പെരുമാറുന്നത്. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കളെ വളർത്തുന്നത് തെറ്റിനെ തെറ്റെന്ന് കണ്ടും സ്നേഹത്താലും ശാസനയാലും ഈ രണ്ടും ചെയ്ത് വേണം വളർത്താൻ. അവർ പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മക്കളെ വളർത്തരുത്. ഞാൻ എൻ്റെ ശരി പറഞ്ഞു, നിങ്ങൾ അതിനെപ്പറ്റി